ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയായി മാറിയത്? അതിന്റെ പിന്നിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിൽ, കമ്മീഷനാണെങ്കിൽ ആ കമ്മീഷന് സ്വമേധയാ കേസെടുക്കുവാനും അവരെ ശിക്ഷിക്കുവാനുമുള്ള കഴിവുണ്ട്. എന്നാൽ കമ്മിറ്റിയാണെങ്കിൽ അവരെ നിയമിച്ചവരോട് പറയുവാൻ മാത്രമേ കഴിയൂ. അവർക്ക് വേണമെങ്കിൽ കേൾക്കാം, കേൾക്കാതിരിക്കാം, ഇല്ലെങ്കിൽ അടയിരിക്കാം. ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് തന്നെ. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് വളരെ കുറച്ച് പേജുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിന്റെ കുറെ പേജുകൾ ഇപ്പോഴും ഇരുട്ടിലാണ്. അതിലെ വലിയ വലിയ തിമിംഗലങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന അതെല്ലാം ഇപ്പോഴും ഇരുട്ടിലാണ്. വളരെ കുറച്ച് പേജുകൾ മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അതിലെ കുറച്ച് പ്രതിബിംബങ്ങളിൽ നിന്ന് നമുക്ക് കുറച്ച് പേരുകൾ പുറത്തേക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. എങ്കിലും നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. ഇനി വരുന്ന പുതുതലമുറയ്ക്ക് നല്ല പുതു അവസരങ്ങൾ ലഭിക്കുമ്പോൾ അവർ ഭയമില്ലാതെ, അവർക്ക് പേടിയില്ലാതെ, പീഡിതരാവാതെ, അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെടാതെ അവർക്ക് പുതിയൊരു സിനിമാ മേഖലയിലേക്ക് ചേരുവാൻ അവർക്ക് കഴിയണം. അപ്പോൾ തിമിംഗലങ്ങളെ വേട്ടയാടുമോ? കാത്തിരുന്ന് കാണാം.